ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. ചൗവരി അല്ലെങ്കിൽ സാബൂനരി എന്നൊക്കെ പറയും. ഇത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം നല്ലപോലെ തന്നെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 1.5 മണിക്കൂർ നേരത്തേക്കാണ് ഇതൊന്ന് സോക്ക് ചെയ്യേണ്ടത്. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. ഞാനിവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് സോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നോക്കൂ, വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലഥവാ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നിലക്കടലയാണ്. ഞാനിവിടെ വറുത്ത നിലക്കടല എടുത്തിട്ടുണ്ട്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗവരിയിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ചൗവരി വെന്ത് വരുമ്പോൾ നല്ലപോലെ തന്നെ പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാകും. ആ ഒരു നിലക്കടലയും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ആക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ സ്റ്റിക്കി ആയിട്ട് തോന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചേർക്കുന്ന ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർക്കുമ്പോൾ രുചിയും ഒന്നും കൂടെ കൂടും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് കൂടെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ അട ഉണ്ടാക്കണ പോലെ തയ്യാറാക്കിയെടുക്കാനാണ് പോകുന്നത്. കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തുനിന്നും അടച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റീമർ ഇവിടെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചാലൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ 20 മിനിറ്റ് നേരമാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ടാകും. അതൊന്ന് തൊട്ട് നോക്കുമ്പോൾ പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഇലയിൽ നിന്നും മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ചൗവരി ഉപയോഗിച്ചിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചൗവരിയൊക്കെ നന്നായിട്ട് വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട്. ചൗവരി ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു അട നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു നിലക്കടലയുടെ രുചിയും ഒക്കെ കൂടെ വരുമ്പോൾ നല്ല രുചി തന്നെയാണ്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പോളൊക്കെ പൊടിച്ച ശർക്കര ചേർത്തോളൂ കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി